അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മുഅ്തല്ലായിട്ടുള്ള ഫിഅലുകളെക്കുറിച്ചായിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. മുഅ്തല്ലായ ഫിഅലിനെ തന്നെ നമ്മൾ 5 എണ്ണമാക്കി തരം തിരിച്ചിരുന്നു. മിസാല്, അജ്വഫ്, നാഖിസ്, ലഫീഫ് മഖറൂന്, ലഫീഫ് മഫ്റൂഖ് എന്നിവയാണവ. ഓക്കെ, ഏതായാലും അതിലുള്ള ആദ്യത്തെ 4 എണ്ണത്തെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ നമ്മുടെ കിതാബിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് മുഅ്തല്ലായിട്ടുള്ള ഫിഅലുകളുടെ അവസാനത്തെ ഖിസ്മായിട്ടുള്ള ലഫീഫുൽ മഫ്റൂഖിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. കിതാബിലേക്ക് നോക്കുക. അദ്ദർസുൽ ഹാദി അഷറ, 11ാമത്തെ പാഠം. അൽ ലഫീഫുൽ മഫ്റൂഖ്, ലഫീഫ് മഫ്റൂഖ് ആയിട്ടുള്ള ഫിഅലുകളെ കുറിച്ചാണ് എന്നർത്ഥം. ഓക്കെ, നമുക്കറിയാവുന്നതാണ് ലഫീഫുൽ മഫ്റൂഖ് എന്ന് പറഞ്ഞാൽ ഒരു ഫിഅലിൻ്റെ ഫാ ഫിഅലും ലാം ഫിഅലും ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളാണ് എങ്കിൽ അത്തരത്തിലുള്ള ഫിഅലുകളെ കുറിച്ചാണ് നമ്മൾ ലഫീഫുൽ മഫ്റൂഖ് എന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് വലിയ എന്നുള്ള ഫിഅല്, വലിയ എന്നുള്ള ഫിഅലിലെ ഫാ ഫിഅല് വാവാണ് എന്നുള്ളത് പോലെ അതിലുള്ള ലാം ഫിഅല് യാവുമായിട്ടാണ് വന്നിട്ടുള്ളത്. അത് രണ്ടും മുഅ്തല്ലായിട്ടുള്ള ഹർഫുകളായതിനാൽ തന്നെ ഈ വലിയ എന്നുള്ളതിനെ നമുക്ക് ലഫീഫുൽ മഫ്റൂഖ് എന്ന് വിളിക്കാം. ഓക്കെ, ഏതായാലും കിതാബിലേക്ക് നോക്കുക. ആദ്യമായിട്ട് ലഫീഫുൽ മഫ്റൂഖ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് കിതാബിൽ വിശദീകരിക്കുന്നത്. ഹുവ ലഫീഫുൽ മഫ്റൂഖ് എന്നാൽ മാ ഒരു ഫിഅലാകുന്നു കാനത്ത് ഫാഉഹു വലാമുഹു ആ ഫിഅലിൻ്റെ ഫാ ഫിഅലും ലാം ഫിഅലും ആയിരിക്കുന്നു ഹർഫൈ ഇല്ലത്തിൻ ഇല്ലത്തിൻ്റെ 2 അക്ഷരങ്ങളായിരിക്കുന്നു. അപ്പോൾ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളായിട്ട് ഒരു ഫിഅലിൻ്റെ ഫാ ഫിഅലും ലാം ഫിഅലും വരുന്നുവെങ്കിൽ അതിനെക്കുറിച്ചാണ് നമ്മൾ ലഫീഫുൽ മഫ്റൂഖ് എന്ന് പറയുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള ഫിഅലുകൾ ഒരു രൂപത്തിൽ മാത്രമേ വരാറുള്ളൂ. അതാണ് ഇനി പറയുന്നത്. വലം യസ്ബുതു ലി ഹാദൻ നൗഇ ഈ ഒരു ഇനത്തിലുള്ള ഫിഅലിന് സ്ഥിരപ്പെട്ടിട്ടില്ല ഇല്ലാ വാഹിദുൻ ഒരൊറ്റ രൂപമല്ലാതെ. അപ്പോൾ ലഫീഫുൽ മഫ്റൂഖ് എന്ന് പറഞ്ഞാലുള്ള ഫിഅലുകളെല്ലാം ഒരു രൂപത്തിലാണ് വരാറുള്ളത്. അതെങ്ങനെയാണ്? വഹുവ മാ തകൂനു ഫാഉഹു വാവൻ വലാമുഹു യാഅൻ. വഹുവ ആ ഒരു രൂപമെന്ന് പറഞ്ഞാൽ മാ ഒരു കാര്യമാണ്, തകൂനു ഫാഉഹു വാവൻ വലാമുഹു യാഅൻ ആ ഫിഅലിൻ്റെ ഫാ ഫിഅല് വാവായിരിക്കും, ലാമു ഫിഅല് യാ ആയിരിക്കും. അതായത് ലഫീഫുൽ മഫ്റൂഖ് ആയിട്ടുള്ള ഏത് ഫിഅലുകൾ എടുത്ത് നമ്മൾ പരിശോധിച്ചാലും അതിലെ ഫാ ഫിഅല് വാവും ലാമു ഫിഅല് യാവുമായിട്ടേ വരാവൂ. അത്തരത്തിലുള്ള ഒരു രൂപം മാത്രമേ ലഫീഫുൽ മഫ്റൂഖ് എന്നുള്ള മുഅ്തല്ലായിട്ടുള്ള ഫിഅലുകൾക്കുള്ളൂവെന്നർത്ഥം. ഓക്കെ, ഏതായാലും ഇത്തരത്തിലുള്ള ഫിഅലുകൾ 3 ബാബുകളിലായിട്ട് 3 വസ്നുകളിലായിട്ട് വരാറുണ്ട്. അതാണ് അടുത്തത്. വയജീഉ അലാ സലാസത്തി അബ്വാബിൻ ഈ ലഫീഫുൽ മഫ്റൂഖ് എന്നുള്ള ഫിഅല് 3 ബാബുകളിലായിട്ട് 3 വസ്നുകളായിട്ട് വരാറുണ്ട്. ഓക്കെ, അൽ അവ്വലു അതിലുള്ള 1ാമത്തെ വസ്ന് ഫഅല യഫ്ഇലു ബി കസ്രിൽ ഐനി. ഓക്കെ, ഫഅല യഫ്ഇലു എന്നുള്ളിടത്ത് ഐനിന് കസ്റാണ്. അതിൻ്റെ ഒരു ഉദാഹരണത്തിലുള്ള ഫിഅലുടെ ബ്രാക്കറ്റിൽ കൊടുത്തതായിട്ട് കാണാം. ലറബ യളിരിബു, ലറബ യളിരിബു എന്നുള്ളത് പോലെ ഫഅല യഫ്ഇലു എന്നുള്ള വസ്നിൽ ലഫീഫ് മഫ്റൂഖ് ആയിട്ടുള്ള ഫിഅലുകൾ വരുന്നതാണ്. മിസാലുഹു അതിനുള്ള ഉദാഹരണമാണ് വഖാ യഖി. ഓക്കെ, വഖാ യഖി എന്നുള്ളത് ഫഅല യഫ്ഇലു എന്നുള്ള രൂപത്തിൽ വന്നിട്ടുള്ള വസ്നിൽ വന്നിട്ടുള്ള ലഫീഫുൽ മഫ്റൂഖ് ആയിട്ടുള്ള ഫിഅലാണ്. അതിൽ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം വഖാ എന്നുള്ളിടത്ത് ഫിഅല് വാവായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നീട് ഖാഫിന് വന്നിട്ടുള്ള അലിഫ് അത് യാ അലിഫായിട്ട് മാറിയതാണ്. ഓക്കെ, അതിൻ്റെ അസ്ല് വഖയ എന്നായിരുന്നു. അതിൻ്റെ മുസ്തഖ്ബിൽ നോക്കിയാൽ യഖി എന്നുകൂടി നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, ഏതായാലും ലഫീഫ് മഫ്റൂഖ് വരുന്ന 1ാമത്തെ വസ്ന് നമ്മൾ പഠിച്ചു. അസാനി ഇനി 2ാമത്തെ വസ്ന് എങ്ങനെയുള്ളതാണെന്ന് വെച്ചാൽ ഫഇല യഫ്അലു ബി ഫത്ഹിൽ ഐനി. ഓക്കെ, ഫഇല യഫ്അലു എന്നുള്ള രൂപത്തിലാണ്. യഫ്അലു എന്നുള്ളിടത്ത് ഐനിന് ഫത്ഹാണ്. അങ്ങനെയാണ് ലഫീഫ് മഫ്റൂഖ് വരാറുള്ള 2ാമത്തെ വസ്ന്. അതിൽ ബ്രാക്കറ്റിൽ ഒരു ഫിഅൽ നമുക്ക് കാണാം, അലിമ യഅലമു. ഓക്കെ, അലിമ യഅലമു എന്നുള്ളതിൻ്റെ അതേ വസ്നിലാണ് ലഫീഫ് മഫ്റൂഖ് മറ്റൊരു രൂപത്തിൽ വരാറുള്ളത്. മിസാലുഹു ഇനി അതിൻ്റെ ഉദാഹരണം വജിയ യൗജ എന്നുള്ളതാണ്. ഓക്കെ, വജിയ എന്ന് പറഞ്ഞാൽ കുളമ്പ് വേദനയുള്ളതായി എന്നാണ് അർത്ഥം. അതായത് കുതിരകളുടെ എല്ലാം കുളമ്പ് വേദന ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് നമ്മൾ വജിയ എന്ന് പറയാറുള്ളത്. ഏതായാലും അവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം വജിയ എന്നുള്ളിടത്ത് ഫിഅല് വാവാണ്, ലാമ ഫിഅല് യാ ആണ്. അത് ലഫീഫ് മഫ്റൂഖ് ആണ്. വജിയ എന്നുള്ളത് അലിമ എന്നുള്ള രൂപത്തിൽ ഫഇല എന്നുള്ള വസ്നിലാണ് വന്നിട്ടുള്ളത്. യൗജ എന്നുള്ളത് യഫ്അലു എന്നുള്ള രൂപത്തിലുമാണ് വന്നിട്ടുള്ളത്. ഓക്കെ,
ഇനി അതിൻ്റെ മൂന്നാമത്തെ വസിന് ലഫീഫുൽ മഫ്റൂഖിൻ്റെ മൂന്നാമത്തെ വസിന് അസാദിസു, മൂന്നാമത്തെ വസിന് ഫഇല യഫ്ഇലു ബി കസ്രിൽ ഐനി. ഓക്കെ, ഫഇല യഫ്ഇലു അവിടെയെല്ലാം ഐനിന് കസ്റായിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അതിൻ്റെ ഒരു ഉദാഹരണത്തിലുള്ള ഫിഅൽ അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഹസിബ യഹ്സിബു എന്നുള്ളത് പോലെ. ഓക്കെ, മിസാലുഹു. ഇനി അത്തരത്തിൽ വന്നിട്ടുള്ള ലഫീഫ് മഫ്റൂഖായിട്ടുള്ള ഫിഅലിൻ്റെ ഉദാഹരണം വലിയ യലി എന്നുള്ളതാണ്. ഓക്കെ, വലിയ എന്ന് പറഞ്ഞാൽ പിന്തുടർന്നു, ഭരിച്ചു എന്നൊക്കെയാണ് അർത്ഥം. ഏതായാലും വലിയ എന്നുള്ളിടത്തത് ഫഇല എന്നുള്ള വസിലാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഫിഅൽ വാവാണ്, ലാമ ഫിഅൽ യാ ആണ്, ലഫീഫ് മഫ്റൂഖായിട്ടുള്ള ഫിഅലാണ്. യലി എന്നുള്ളതാണ് അതിൻ്റെ മുസ്തഖ്ബിൽ മുളാരി വരുന്നത്, അത് യഫ്ഇലു എന്നുള്ള വസിനാണ്. ഏതായാലും ഈ വലിയ എലി എന്നുള്ള രൂപത്തിൽ ഉപയോഗിക്കുന്നത് വഹാദ ഷാദുൻ, ഇങ്ങനെ ഉപയോഗിക്കുന്നത് ഷാദാണ്. വൽ മുത്തരിദു, ഈ ഒരു ഫിഅലിൽ മുത്തരിദായിട്ടുള്ള, അതായത് എല്ലാവരും അംഗീകരിക്കുന്ന വായന ആ ഫിഅലി എന്നുള്ളത് വല എലി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വല എലി എന്നാൽ നമ്മൾ യഥാർത്ഥത്തിൽ അത് പറയേണ്ടത്, എന്നാലും ചില ആളുകൾ അതിനെ ഷാദായിട്ട് വലിയ എലി എന്നുള്ള രൂപത്തിലും ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഏതായാലും നമ്മളിപ്പോൾ പറഞ്ഞതുപോലെയുള്ള 3 രൂപത്തിൽ, അതായത് ഫഅല യഫ്ഇലു, ഫഇല യഫ്അലു, ഫഇല യഫ്ഇലു എന്നുള്ള 3 വസനുകളിലായിട്ടാണ് ലഫീഫ് മഫ്റൂഖായിട്ടുള്ള ഫിഅലുകൾ ഉപയോഗിക്കപ്പെടാറുള്ളത്. ഏതായാലും അവയുടെ തസാരീഫ് എങ്ങനെയാണ് എന്ന്, അത്തരത്തിലുള്ള ഫിഅലുകളെ എങ്ങനെയാണ് സർഫാക്കുക എന്ന് നമുക്ക് അടുത്ത പേജിലായിട്ട് കാണാം. ഒന്ന് നോക്കുക. തസാരീഫുഹു, ലഫീഫ് മഫ്റൂഖായിട്ടുള്ള ഫിഅലുകളെ സർഫാക്കുന്ന രൂപം ഒന്ന് നോക്കാം. ആദ്യമായിട്ട് വഖ എന്നുള്ള ഫിഅൽ, അതായത് ലറബ യളിബു എന്നുള്ള വസിനിലായിട്ട് വന്ന ലഫീഫ് മഫ്റൂഖായിട്ടുള്ള ഫിഅലാണ് വഖ എന്നുള്ളത്. അതിനെ സർഫാക്കുന്ന രൂപമാണ് വന്നിട്ടുള്ളത്. ഒന്ന് നോക്കുക. വഖ യഖി വിഖായതൻ ഫഹുവ വാഖിൻ. വഖ എന്നാൽ സംരക്ഷിച്ചു എന്നാണ്. അപ്പോൾ ഇതിൻ്റെ മുളാരിയാണ് യഖി, വിഖായത്തിൻ എന്നുള്ളത് മസ്തർ. അതിൻ്റെ എല്ലാം അർത്ഥം നിങ്ങൾക്കറിയാമായിരിക്കും. അപ്പോൾ ഉസ്താദിനോടൊപ്പം വന്നത് വായിക്കുക. വഖ യഖി വിഖായതൻ ഫഹുവ വാഖിൻ, വ ബുഖിയ യൂഖാ വിഖായതൻ ഫഹുവ മൗഖിയുൻ. അൽ അംറു മിൻഹു ഖിഹ് ലിയഖിഹ് ലിയൂഖ, വന്നഹിയു ലാ തഖി ലാ യഖി ലാ യൂഖ. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വഖ എന്നുള്ളതിൻ്റെ ഇസ്മു മഫ്ഊൽ വരുന്നത് മൗഖിയുൻ എന്നുള്ള രൂപത്തിലാണ് എന്നുള്ളതുപോലെ ഇവിടെ അംറിലായിട്ട് ഖി എന്നുള്ള ഒറ്റ അക്ഷരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വഖഫ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഹ കൂടി ഖിഹ് എന്നുകൂടി ചേർത്തി കൊടുക്കണം. പിന്നെ അതിൻ്റെ അംറ് ഗായിബിൻ്റെ രൂപം ലി യഖി എന്നാണ്, അതിൻ്റെ മജ്ഹൂലിൻ്റെ രൂപം ലി യൂഖ എന്നാണ്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചുള്ള നിയമങ്ങളൊക്കെ വിശദീകരിച്ച് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഏതായാലും നമുക്ക് ഇതിനോടകം എങ്ങനെയാണ് ഇതിനെ സർഫാക്കുന്നത് എന്ന് മാത്രം പരിചയപ്പെടാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് അലിമ യഅലമു എന്നുള്ള വസിനിലുള്ള മറ്റൊരു ലഫീഫ് മഫ്റൂഖായിട്ടുള്ള ഫിഅലാണ് വജിയ എന്നുള്ളതാണത്. ഓക്കെ, അപ്പോൾ കുളമ്പിന് വേദനയുണ്ടായി എന്നാണ് അതിൻ്റെ അർത്ഥം എന്നതിനാൽ തന്നെ അത് ലാസിമായിട്ടുള്ള ഫിഅലാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള മജ്ഹൂൽ ഉപയോഗിക്കപ്പെടാറില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിനെ സർഫാക്കുന്ന രൂപം നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. വജിയ യൗജ വജിയൻ ഫഹുവ വജിയുൻ. അൽ അംറു മിൻഹു ഈജ ലിയൗജ, വന്നഹിയു ലാ തൗജ ലാ യൗജ. ഓക്കെ, ഏതായാലും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറഞ്ഞ കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ ഇസ്മ ഫാഇൽ വരുന്നത് വജിയുൻ എന്നുള്ള രൂപത്തിലാണ്. ഓക്കെ, അത് ഫഈലുൻ എന്നുള്ള വസനിലായിരിക്കും. അങ്ങനെയാണത് വജിയുൻ എന്നാകുന്നത്. പിന്നെ അതിൻ്റെ അംർ ഈജ എന്നും അതിൻ്റെ അംർ ഗായിബ് ലിയൗജ എന്നുമാണ്. നെഹിയും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഏതായാലും അതിൻ്റെ നിയമങ്ങളും ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇനി അടുത്തത് മറ്റൊരു ഫിഅലാണ് വലിയ എന്നുള്ള ഫിഅലാണത്. ഓക്കെ, വലിയ യലി, അതായത് ഫഇല യഫ്ഇലു എന്നുള്ള വസനിലുള്ള ഫിഅലാണത്. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെ യഥാർത്ഥ ഉപയോഗം, മുത്തരിദായിട്ടുള്ള ഉപയോഗം വല യലി എന്നുള്ളതാണ്. അതിനെയാണ് ഇവിടെ സർഫാക്കിയിട്ടുള്ളത്. ഒന്ന് നോക്കുക. വല യലി വിലായത്തൻ ഫഹുവ വാലിൻ, വ വുലിയ യൂല വിലായത്തൻ ഫഹുവ മൗലിയുൻ. അൽ അംറു മിൻഹു ലിഹ് ലിയലി ലിയൂല, വന്നഹിയു ലാ തെലി ലാ യലി ലാ യൂല. ഓക്കെ, ഏതായാലും വഖ എന്നുള്ളതിൽ നമ്മൾ പഠിച്ചതുപോലെയുള്ള അതേ കാര്യങ്ങൾ നമുക്ക് ഈ വല യലി എന്നുള്ളിടത്തും കാണാവുന്നതാണ്. അല്ല, ഇവിടുത്തെ ഇസ്മു ഫാഇൽ വാലിൻ എന്നാണ്, ഇസ്മു മഫ്ഊൽ മൗലിയുൻ എന്നാണ്.
അമ്ര വരുന്നത് ലി എന്നുള്ള ഒറ്റ കെലിമത്തായിട്ടാണ്. നമ്മളവിടെ വഖ എന്നുള്ളിടത്ത് ഖി എന്നുള്ള ഒറ്റ കെലിമത്തായിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. ഇവിടെ ലി എന്നുള്ള ഒറ്റ പദമായിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എല്ലാ നിയമങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ പാഠത്തിൻ്റെ അവസാനമായിട്ട് പഠിക്കാം. ഏതായാലും ആദ്യമായിട്ട് അടുത്തതായി നമുക്ക് പറയാനുള്ളത് തസ്രീഫുൽ മാളി മിൻഹു. ഓക്കെ, ലഫീഫ മഫ്റൂഖായിട്ടുള്ള ഫിഅലുകളിലെ മാളിയായിട്ടുള്ള രൂപങ്ങൾ എങ്ങനെയാണ് സർഫാക്കുന്നത് എന്നുള്ളതാണ് ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, തസ്രീഫുൽ മാളി മിൻഹു, ലഫീഫ മഫ്റൂഖായിട്ടുള്ള ഫിഅലുകളിലെ മാളി സർഫാക്കുന്ന രൂപം എന്നർത്ഥം. ഓക്കെ, ആദ്യമായിട്ട് വഖ എന്നുള്ള ഫിഅലാണ് എടുത്തിട്ടുള്ളത്. ലറബ എന്നുള്ള വസനിൽ വന്ന ഫിഅലാണല്ലോ അത്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കാം. വഖ, വഖയ, വഖൗ, വഖത്ത്, വഖത, വഖൈന, വഖൈത, വഖൈതുമാ, വഖൈതും, വഖൈതി, വഖൈതുമാ, വഖൈതുന്ന, വഖൈതു, വഖൈന. ഓക്കെ, ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒന്നുമില്ല. ഒന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ വഖ എന്നുള്ളിടത്ത് അവസാനം അലിഫായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അത് വഖയ എന്നായപ്പോൾ അത് യാ ആയിട്ട് മാറി. വഖൗ എന്നായപ്പോൾ അവിടുത്തെ അലിഫ് കളഞ്ഞുകൊണ്ട്, അവിടുത്തെ യാ തന്നെ കളഞ്ഞുകൊണ്ട് അവിടെ വാവുൽ ജമാഅത്ത് മാത്രമായിട്ട് മാറി. ഓക്കെ, എന്നിത്യാദി കുറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ ഇത് നമ്മൾ മുമ്പ് നാഖിസായിട്ടുള്ള ഫിഅലിൽ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ്. അതായത് നാഖിസായിട്ടുള്ള ഫിഅലിലെ റമ എന്നുള്ള ഫിഅൽ സർഫാക്കുന്നത് പോലെ തന്നെയാണ് ഈ വഖ എന്നുള്ളതും സർഫാക്കുന്നത്. അവിടെയുള്ള അതേ നിയമങ്ങൾ തന്നെയാണ് ഇവിടെയുമുള്ളത്. ഓക്കെ, റമ, റമയ, റമൗ എന്നുള്ളത് പോലെ തന്നെയാണ് വഖ, വഖയ, വഖൗ എന്നുള്ളത് മുതൽ വഖൈന എന്നുവരെയുള്ള ഭാഗങ്ങളെല്ലാം ഉള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ച് മറ്റൊരു നിയമം പറയേണ്ട ആവശ്യമില്ല. നാഖിസായിട്ടുള്ള ഫിഅലിലുള്ള അതേ നിയമങ്ങൾ തന്നെയാണ് ഇവിടെയുമുള്ളത് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് മറ്റൊരു ഫിഅലാണ് അലിമ യഅലമു എന്നുള്ള വസനിൽ വന്നിട്ടുള്ള വജിയ യൗജ എന്നുള്ള ഫിഅലിലെ മാളിയായിട്ടുള്ള രൂപം സർഫാക്കുന്ന രൂപമാണ്. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നാഖിസായ ഇത്തരത്തിലുള്ള ഫിഅൽ സർഫാക്കുന്നത് പോലെ, ഉദാഹരണത്തിന് റളിയ എന്നുള്ള ഫിഅൽ സർഫാക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെ വജിയ എന്നുള്ള ഫിഅലും സർഫാക്കിയിട്ടുള്ളത്. ഓക്കെ, റളിയ, റളിയ, റളു എന്നാണല്ലോ നമ്മൾ അവിടെ പറയാറുള്ളത്, സർഫാക്കാറുള്ളത്. അതുപോലെ തന്നെയാണ് ഇവിടെ വജിയ, വജിയ, വജു, വജിയത്ത്, വജിയത, വജീന, വജീത, വജീതുമാ, വജീതും, വജീതി, വജീതുമാ, വജീതുന്ന, വജീതു, വജീന. ഓക്കെ, ഇവിടെയും റളിയ എന്നുള്ളതിൽ നമ്മൾ പഠിച്ചിട്ടുള്ള അതേ നിയമങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. ലഫീഫുൽ മഫ്റൂഖിനായിട്ട് മറ്റൊരു നിയമം പഠിക്കേണ്ട ആവശ്യമില്ല. നാഖിസായ ഫിഅലിൻ്റെ അതേ നിയമങ്ങൾ തന്നെയാണ് എന്നർത്ഥം. ഓക്കെ, ഇനി അതുപോലെയുള്ള മറ്റൊരു ഫിഅലാണ്, അതായത് റളിയ എന്നുള്ളത് പോലെ തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന മറ്റൊരു ഫിഅലാണ് വലിയ എന്നുള്ള ഫിഅലും. ഓക്കെ, അതൊന്ന് നോക്കാം. വലിയ, വലിയ, വലു, വലിയത്ത്, വലിയത, വലിന, വലിത്ത, വലിതുമാ, വലിത്തും, വലിത്തി, വലിതുമാ, വലിത്തുന്ന, വലിത്തു, വലിന. ഓക്കെ, ഇവിടെയും പ്രത്യേകിച്ചൊരു നിയമം പറയേണ്ട ആവശ്യമില്ല. റളിയ എന്നുള്ളതിലൊക്കെ, ഖശിയ എന്നുള്ളതിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇനി വലിയ എലി എന്നുള്ള ഫിഅലിലെ യഥാർത്ഥമായിട്ടുള്ള മുത്തരിദായിട്ടുള്ള രൂപം നമുക്കറിയാം. അത് വല എന്നുള്ളതാണ്. ഓക്കെ, വല എലി എന്നുള്ളതാണ് ഇതിൻ്റെ മുത്തരിദായിട്ടുള്ള രൂപം. ഇനി അതിനെ നമുക്കൊന്ന് സർഫാക്കാം. ഓക്കെ, ഈ വല എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ വഖ എന്നുള്ളത് പോലെ തന്നെയാണ് സർഫാക്കേണ്ടത്. ഓക്കെ, റമ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ നാഖിസിൽ പഠിച്ചിട്ടുള്ള അതേ നിയമങ്ങൾ തന്നെയാണ് വഖ എന്നുള്ളതിനും ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന വല എന്നുള്ളതിനും ഉള്ളത് എന്നുകൂടി നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കുക. ഓക്കെ, അതൊന്ന് ഉസ്താദിനോടൊപ്പം ചൊല്ലി നോക്കാം. വല, വലയ, വലൗ, വലത്ത്, വലത, വലൈന, വലൈത്ത, വലൈതുമാ, വലൈത്തും, വലൈത്തി, വലൈതുമാ, വലൈതുന്ന, വലൈതു, വലൈന. ഓക്കെ, അതോടുകൂടെ മാളിയായിട്ടുള്ള ലഫീഫ് മഫ്റൂഖിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള വസനുകളിൽ വന്നിട്ടുള്ള ഫിഅലുകളെ സർഫാക്കുന്ന രൂപം നമ്മളൊന്ന് പരിചയപ്പെട്ടു. ഏതായാലും അതിൻ്റെ നിയമങ്ങൾ ചുരുക്കി താഴെയൊന്ന് വിശദീകരിക്കുന്നുണ്ട്, അതൊന്ന് നോക്കാം. ഫതസ്രീഫു വഖ, വഖ എന്നുള്ള ഫിഅൽ സർഫാക്കുന്നത്
തസ്രീഫി റമ, റമ എന്നുള്ളതിന് സർഫാക്കുന്നത് പോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ വഖ എന്നുള്ളതിൻ്റെ അസ്ല് വഖയ എന്നാണല്ലോ, റമ എന്നുള്ളതിൻ്റെ അസ്ല് റമയ എന്നാണ്. അപ്പോൾ റമ എന്നുള്ളതിൽ നമ്മൾ നാഖിസിൽ പഠിച്ചിട്ടുള്ള എന്തെല്ലാം ഹുക്മുകളുണ്ടോ, നിയമങ്ങളുണ്ടോ, അവ മാത്രമേ വഖ എന്നുള്ളതിലും നമ്മൾ പരിഗണിക്കേണ്ടതുള്ളൂ. ഓക്കെ, അപ്പോൾ തസ്രീഫി റമ ഫി അഹ്കാമിഹി കുല്ലിഹ, റമ എന്നുള്ള ഫിഅലിൻ്റെ എല്ലാവിധ ഹുക്മുകളിലും വഖ എന്നുള്ളതിന് സർഫാക്കുന്നതും അപ്രകാരം തന്നെയാണ്. ഫി അംസിലത്തിൽ മാളിയുടെ ഉദാഹരണങ്ങളിൽ. അപ്പോൾ മാളിയുടെ വിഷയത്തിൽ വഖ എന്നുള്ളതിന് സർഫാക്കേണ്ടത് റമ എന്നുള്ള നാഖിസായ ഫിഅൽ സർഫാക്കുന്നത് പോലെ തന്നെയാണ് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് തസ്രീഫു വജിയ വലിയ. ഓക്കെ, വജിയ വലിയ എന്നീ ഫിഅലുകളൊക്കെ സർഫാക്കേണ്ടത് തസ്രീഫ് റളിയ ഫി അഹ്കാമിഹി. ഓക്കെ, റളിയ എന്നുള്ള ഫിഅലിന് എന്തെല്ലാം ഹുക്മുകളാണോ ഉള്ളത് അതേ ഹുക്മുകളുടെ പോലെ തന്നെയാണ്, അതേ സർഫാക്കുന്ന രൂപത്തിൽ തന്നെയാണ് വജിയ വലിയ എന്നീ രണ്ട് ലഫീഫ് മഫ്റൂഖായിട്ടുള്ള ഫിഅലുകളും സർഫാക്കേണ്ടത് എന്നർത്ഥം. ഓക്കെ, ഏതായാലും നമ്മൾ ഇതിനോടകം ലഫീഫ് മഫ്റൂഖായിട്ടുള്ള ഫിഅലുകളിലെ മാളിയായിട്ടുള്ള രൂപങ്ങൾ സർഫാക്കുന്നത് പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് തസ്രീഫുൽ മുളാരി മിൻഹു. ഓക്കെ, ലഫീഫ് മഫ്റൂഖിൽ നിന്നുള്ള മുളാരി ആയിട്ടുള്ള ഫിഅലുകൾ എങ്ങനെയാണ് സർഫാക്കുക എന്നാണ് പഠിക്കാനുള്ളത്. കൂടുതലായിട്ട് ഒന്നും പഠിക്കേണ്ടതോ ഒന്നും ഉണ്ടാവുകയില്ല. നാഖിസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള അതേ നിയമങ്ങൾ തന്നെയാണ് ഇവിടെയും നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് വഖ എന്നുള്ള ഫിഅലിൻ്റെ തന്നെ മുളാരി ആണ് സർഫാക്കുന്നത്. വഖ എന്നുള്ളതിൻ്റെ മുളാരി യഖി എന്നാണല്ലോ. അപ്പോൾ അതൊന്ന് സർഫാക്കി നോക്കാം. യഖി യഖിയാനി യഖൂന, തഖി തഖിയാനി യഖീന, തഖി തഖിയാനി തഖൂന, തഖീന തഖിയാനി തഖീന, അഖി നഖി. ഓക്കെ, നമ്മൾ യർമി യർമിയാനി യർമൂന, തെർമി തെർമിയാനി യർമീന എന്നൊക്കെ പഠിക്കാറുണ്ടല്ലോ. അതേ രൂപത്തിൽ തന്നെയാണ് യഖി യഖിയാനി യഖൂന എന്നതൊക്കെ വരുന്നത്. ഓക്കെ, എന്നാൽ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് ഇവിടുത്തെ വഖ എന്നുള്ളതിനെ യഖി എന്നാക്കുമ്പോൾ അവിടുത്തെ വാവ് കളയപ്പെടുന്നുണ്ട് അല്ലേ. യഖി എന്നുള്ളിടത്ത് ഇവിടുത്തെ വാവിന് നമുക്ക് കാണാൻ സാധ്യമല്ല, ഫിഅൽ കളയപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ആ ഒരു വ്യത്യാസമാണ് യർമിയും യഖിയും തമ്മിലുള്ളത്. ബാക്കിയുള്ളതെല്ലാം അതുപോലെ തന്നെയാണ്. ആ വാവ് കളയപ്പെടാനുള്ള കാരണം ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഓക്കെ, ഏതായാലും ഈ വഖ എന്നുള്ളതിൻ്റെ മുളാരി നമ്മൾ സർഫാക്കി പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് വജിയ യൗജ എന്നുള്ള ഫിഅലിൻ്റെ മുസ്തഖ്ബിൽ സർഫാക്കുന്ന രൂപമാണ്. ഒന്ന് നോക്കുക. യൗജ യൗജയാനി യൗജൗന, തൗജ തൗജയാനി യൗജൈന, തൗജ തൗജയാനി തൗജൗന, തൗജൈന തൗജയാനി തൗജൈന, ഔജ നൗജ. ഓക്കെ, ഇവിടെയും നമ്മൾ നേരത്തെ നാഖിസായിട്ടുള്ള ഫിഅലിൽ പഠിച്ചതുപോലെ റളിയ യർള എന്നുള്ള ഫിഅലുണ്ടല്ലോ, ആ യർള യർളയാനി യർളൗന എന്ന് പറയുന്ന അതേ രൂപത്തിൽ തന്നെയാണ് നമ്മൾ യൗജ യൗജയാനി യൗജൈന എന്നുള്ള ഫിഅലും ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അതായത് അവിടെ നമ്മൾ യർള എന്നുള്ളതിന് പഠിച്ചിട്ടുള്ള എല്ലാ നിയമങ്ങളും ഇവിടെ യൗജ എന്നുള്ള ലഫീഫ് മഫ്റൂഖായിട്ടുള്ള ഫിഅലിനും ഉണ്ടായിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും നമ്മൾ ഈ വിഷയത്തിൽ പഠിക്കേണ്ടതില്ല എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് യലി എന്നുള്ള ഫിഅലിനെ സർഫാക്കുന്നത് കൂടി ഒന്ന് ശ്രദ്ധിക്കാം. യലി യലിയാനി യലൂന, തലി തലിയാനി യലീന, തലി തലിയാനി തലൂന, തലീന തലിയാനി തലീന, അലി നെലി. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ യഖി യഖിയാനി യഖൂന എന്നത് സർഫാക്കുന്നത് പോലെ തന്നെയാണ് യലി യലിയാനി യലൂന എന്നുള്ളതും നമ്മൾ സർഫാക്കേണ്ടത്. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കുക, വലിയ എന്നുള്ളതിൻ്റെ മുസ്തഖ്ബിലാണ് യലി എന്നുള്ളത് വന്നിട്ടുള്ളത് അല്ലേ. അതായത് അവിടുത്തെ വാവ് കളയപ്പെട്ടിട്ടുണ്ട്, ഫിഅൽ കളയപ്പെട്ടിട്ടുണ്ട്. യഖി എന്നുള്ളിടത്ത് കളയപ്പെട്ടതുപോലെ തന്നെ യലി എന്നുള്ളിടത്തും കളയപ്പെട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു മാറ്റവും കൂടി നമ്മൾ ഇതിനോടകം ശ്രദ്ധിക്കണം. ബാക്കിയൊക്കെ യർമി എന്നുള്ള തിന് സർഫാക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെയും യലി എന്നുള്ള ഫിഅലും സർഫാക്കേണ്ടത് എന്നർത്ഥം. ഏതായാലും നമ്മൾ യഖി എന്നുള്ളിടത്തും യലി എന്നുള്ളിടത്തും അവിടുത്തെ ഫിഅൽ കളഞ്ഞല്ലോ, അതായത് അവിടുത്തെ വാവ് കളഞ്ഞു. ഇനി അതിൻ്റെ കാരണമാണ് താഴെ കൊടുക്കുന്നത്. ഒന്ന് നോക്കുക. തുഹ്ദഫുൽ ഫാഉ മിൻ ഹാദൻ നൗഇ ഫിൽ മുളാരിഇ അല്ലദി അലാ വസ്നി യഫ്ഇലു ബികസ്രിൽ ഐനി. ഓക്കെ,
തുഹദഫുൽ ഫാഉ ഫിഅൽ കളയപ്പെടുന്നതാണ് മിൻ ഹാദൻ നൗഇ ഈ ഒരു ഇനത്തിൽ നിന്നുള്ള, അതായത് ലഫീഫ് മഫ്റൂഖിൽ നിന്നുള്ള ഫിഅലുകളിലെ ഫിഅൽ കളയപ്പെടുന്നതാണ്. അത് എപ്പോൾ? ഫിൽ മുളാരിഇന്റെ അവസരത്തിൽ. അത് എങ്ങനത്തെ മുളാരിഅ? അല്ലദി അലാ വസ്നി യഫ്ഇലു ബികസ്രിൽ ഐനി. ഓക്കെ, ഐനിന് കസ്ർ ചെയ്തുകൊണ്ട് യഫ്ഇലു എന്നുള്ള രൂപത്തിൽ വരുന്ന മുളാരിഇൽ നിന്നും ലഫീഫ് മഫ്റൂഖ് ആയിട്ടുള്ള ഫിഅലുകളിൽ യഫ്ഇലു എന്നുള്ള വസ്നിൽ മുളാരിഅ വരികയാണ് എങ്കിൽ അവിടുത്തെ ഫിഅൽ കളയപ്പെടുന്നതാണ്. അവിടുത്തെ വാവിനെ നമുക്ക് കാണാൻ സാധ്യമല്ല. ഓക്കെ, അങ്ങനെയാണ് യഖി എന്നുള്ളതും യലി എന്നുള്ളതും ആയി വന്നിട്ടുള്ളത്. ഓക്കെ, യഖി വ യലി അസ്ലുഹുമ, യഖി എന്നുള്ളതിൻ്റെയും യലി എന്നുള്ളതിൻ്റെയും അസ്ല് യൗഖി യൗലി എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ യൗഖി യൗലി എന്നുള്ളിടത്ത് അത് യഫ്ഇലു എന്നുള്ള വസ്നിലാണ് വന്നിട്ടുള്ളത് എന്നതിനാൽ തന്നെ അവിടുത്തെ വാവ് കളയപ്പെടുന്നതാണ്. ആ വാവ് കളയപ്പെടാനുള്ള ഒരു കാരണവും കൂടിയുണ്ട്. അതാണ് അടുത്തത് പറയുന്നത്. ഓക്കെ, ഹുദിഫത്തിൽ ഫാഉല്ലത്തി ഹിയൽ വാവ് എന്നുള്ള ഫിഅൽ കളയപ്പെട്ടിരിക്കുന്നു. അല്ലേ, ഈ രണ്ട് സ്ഥലങ്ങളിലും വാവാണ് ഫിഅലായിട്ട് വന്നിട്ടുള്ളത്. അത് കളയപ്പെട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? ലിസിഖലിഹ, അത് ഭാരമായത് കാരണത്താൽ. ലിമാ വഖഅത് ബൈനൽ യാഇ വൽ കസ്റത്തി, അത് യാഇൻ്റെയും കസ്റത്തിൻ്റെയും ഇടയിൽ സംഭവിച്ചത് കാരണത്താൽ. ഓക്കെ, യൗഖി എന്നുള്ളിടത്ത് ശ്രദ്ധിക്കാം, വാവിന് മുമ്പ് യാ ആണ്, അതിനുശേഷമുള്ള ഖാഫിന് കസ്റാണ്. യൗലി എന്നുള്ളിടത്തും വാവിന് മുമ്പുള്ളത് യാ ആണ്, അതിന് ശേഷമുള്ള ലാമിന് കസ്റാണ്. ഇങ്ങനെ യാഇൻ്റെയും കസ്റിൻ്റെയും ഇടയിൽ വാവ് സംഭവിക്കുക എന്നുള്ളത് അറബികൾക്ക് ഉച്ചരിക്കാൻ കുറച്ച് പ്രയാസമുള്ളതാണ്. കുറച്ച് തിഖലുള്ള, കുറച്ച് ഭാരമുള്ള ഒരു പദമായിരിക്കും അത്. അതുകൊണ്ടാണ് അവിടുത്തെ വാവ് അറബികൾ സാധാരണ കളയാറുള്ളത്. ഓക്കെ, ഏതായാലും യഖി യഖിയാനി യഖൂന എന്നുള്ളിടത്തൊക്കെ നമ്മളിത് പഠിച്ചു. അതായത് യാഇൻ്റെയും കസ്റത്തിൻ്റെയും ഇടയിലാണത് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് വാവ് കളയപ്പെട്ടത് എന്ന്. എന്നാൽ അതിനുശേഷമുള്ള തഖി തഖിയാനി യഖീന, തഖി തഖിയാനി എന്നുള്ളിടത്തും ആ വാവ് കളയപ്പെട്ടിട്ടുണ്ടല്ലോ. അവിടെ യാഇൻ്റെയും കസ്റിൻ്റെയും ഇടയിൽ വാവ് സംഭവിക്കാഞ്ഞിട്ടും അത് കളയപ്പെട്ടിട്ടുണ്ടല്ലോ എന്നതിൻ്റെ ഒരു ഉത്തരമാണ് അടുത്തത്. സുമ്മ ഹുദിഫത്തിൽ ഫാഉ, പിന്നെ ഈ ഫിഅൽ കളയപ്പെട്ടു മിനസ്സിയഗ ലൈസത്ത് ഫീഹൽ യാഉ, യാ ഇല്ലാത്ത സീഗകളിൽ നിന്നും. അതായത് തഖി എന്നുള്ളിടത്തും തഖിയാനി എന്നുള്ളിടത്തും ഒന്നും നമുക്ക് വാവിന് മുമ്പുള്ള ആ യാഇനെ കാണാൻ സാധ്യമല്ല. എന്നാലും അത്തരത്തിലുള്ള ഫിഅലുകളിൽ നിന്നും ആ വാവ് കളയപ്പെട്ടു. തബഅല്ലഹ, ആ യാഇനെ എന്ത് ചെയ്തുകൊണ്ട്? താബിഅ ചെയ്തുകൊണ്ട്. അതായത് മുമ്പുള്ള യഖി യഖിയാനി എന്നുള്ളിടത്തൊക്കെ ആ യാ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനോട് താബിഅ ആയിട്ട് കൊണ്ട് തന്നെ തഖി തഖിയാനി എന്നുള്ളിടത്തും ആ വാവ് കളയപ്പെട്ടുവെന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് വഹുക്മു ലാമിൽ ഫിഅലി മിൻ യഖി യലി, യഖി യലി എന്നുള്ള ഫിഅലുകളിൽ നിന്നുള്ള ലാം ഫിഅലിൻ്റെ ഹുക്മ്. ലാം ഫിഅലി എന്ന് പറഞ്ഞാൽ യഖി യലി എന്നുള്ളിടത്ത് അവസാനത്തെ അയാനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഹുക്മ എന്നാൽ കഹുക്മിൽ ലാമി മിൻ യർമി, യർമി എന്നുള്ളതിൽ നിന്നുള്ള ലാം ഫിഅലിൻ്റെ അതേ ഹുക്മ തന്നെയാണ്. അതാണ് ഉസ്താദ് നേരത്തെ പറഞ്ഞത്. യർമി എന്നുള്ളത് സർഫാക്കുന്നത് പോലെ തന്നെയാണ് യഖി യലി എന്നുള്ള ലഫീഫ് മഫ്റൂഖ് ആയിട്ടുള്ള ഫിഅലുകളും സർഫാക്കേണ്ടത്. അപ്പോൾ യർമി എന്നുള്ളതിലെ ലാമ ഫിഅൽ പോലെ തന്നെയാണ് യഖി യലി എന്നുള്ളതിലെ ലാമ ഫിഅലിൻ്റെ ഹുക്മുകളും വരുന്നത്. ഫിൽ ഇഅ്ലാലി, ഇഅ്ലാലിൻ്റെ വിഷയത്തിൽ, അതായത് സർഫാക്കുമ്പോഴുണ്ടാകുന്ന മാറ്റത്തിൻ്റെ വിഷയത്തിൽ എന്നർത്ഥം. ഇനി ഒരു ഫിഅൽ കൂടി ഇവിടെ ബാക്കിയുണ്ടല്ലേ, യൗജ എന്നുള്ള ഫിഅൽ കൂടി ബാക്കിയുണ്ട്. അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. വഹുക്മു യൗജ, യൗജ എന്നുള്ള ഫിഅലിൻ്റെ ഹുക്മ് കഹുക്മി യർല, യർല എന്നുള്ള ഫിഅലിൻ്റെ അതേ ഹുക്മ് തന്നെയാണ് ഫി തസാരീഫിഹി കുല്ലിഹ, അതിൻ്റെ എല്ലാവിധ സർഫുകളിലും. അപ്പോൾ യർല എന്നുള്ളതിനെ എങ്ങനെയാണോ നമ്മൾ സർഫാക്കുന്നത് അതുപോലെ തന്നെയാണ് യൗജ എന്നുള്ള ലഫീഫ് മഫ്റൂഖ് ആയിട്ടുള്ള ഫിഅൽ നമ്മൾ സർഫാക്കേണ്ടത് എന്നർത്ഥം. ഓക്കെ, ഏതായാലും നമ്മളിപ്പോൾ പഠിച്ചു യഖി എന്നുള്ളിടത്ത് യലി എന്നുള്ളിടത്തൊക്കെ യാഇൻ്റെയും കസ്റിൻ്റെയും ഇടയിൽ വാവ് സംഭവിച്ചാൽ ആ വാവ് കളയപ്പെടുമെന്ന്. ഓക്കെ, എന്നാൽ ഇത് മജ്ഹൂലാക്കുന്ന അവസരത്തിലോ, അതായത് യഖി എന്നുള്ളതിനെ മജ്ഹൂലാക്കിയാൽ അത് യൂഖ എന്നായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ യൂഖ എന്ന് വരുമ്പോൾ അവിടെ യാഇൻ്റെയും എന്നാൽ കസ്റിൻ്റെയും ഇടയിലല്ലല്ലോ വാവ് വന്നിട്ടുള്ളത്, മറിച്ച് യൂഖ എന്ന് പറയുമ്പോൾ അവിടെ ഖാഫിന് വന്നിട്ടുള്ളത് ഫത്ഹാണ്. ഓക്കെ, അപ്പോൾ ആ
അവസരത്തിൽ ഇവിടെ ഫാ കളയപ്പെടേണ്ട ആവശ്യമില്ല, അവിടെയൊക്കെ വാവ് സ്ഥിരപ്പെടുന്നതാണ്. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. വതുആദുൽ ഫാഉൽ മഹ്ദൂഫത്തു, കളയപ്പെട്ട ഫാ ഫിഅൽ മടക്കി കൊണ്ടുവരപ്പെടുന്നതാണ് ഫീ സിയഗിൽ മജ്ഹൂലി, മജ്ഹൂലിൻ്റെ സിയഗകളിൽ. അപ്പോൾ മജ്ഹൂലായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവിടെയെല്ലാം അവിടെ വാവ് സ്ഥിരപ്പെട്ട് വരുന്നതാണ്. അതെല്ലാം മിനൽ മുളാരിഇ, അത് യൂഖ എന്ന് പറയുമ്പോഴാണെങ്കിലും വ അംറിൻ, അംറ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലിയൂഖ എന്ന് പറയുമ്പോൾ, വംറിൽ ഗായിബി അതാണ് ലിയൂഖ എന്ന് പറയുന്നത്. വന്നഹ്യി, നഹ്യി എന്ന് പറഞ്ഞാൽ ലാ യൂഖ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മുളാരിഅ്, അംറുൽ ഗായിബ്, നഹ്യി എന്നിത്യാദി ഫിഅലുകളിലെല്ലാം മജ്ഹൂൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ യഖി എന്നുള്ളിടത്തും യലി എന്നുള്ളിടത്തുമുള്ള കളയപ്പെട്ടിട്ടുള്ള ആ വാവ് തിരികെ വരുന്നതാണ്. അതായത് യൂഖ, ലിയൂഖ, ലാ യൂഖ എന്നുള്ള രൂപത്തിൽ ആ വാവോട് കൂടെയാണ് നമ്മൾ അത്തരം ഫിഅലുകൾ ഉപയോഗിക്കാറുള്ളത് എന്നർത്ഥം. ഓക്കെ, ഏതായാലും ഇനി വ തസ്രീഫുൽ മജ്ഹൂലി മിനൽ മാളി വൽ മുളാരിഇ, ഈ ലഫീഫ് മഫ്റൂഖായിട്ടുള്ള ഫിഅലുകളിലെ മാളിയിൽ നിന്നും മുളാരിയിൽ നിന്നുമുള്ള മജ്ഹൂലായിട്ടുള്ള കാര്യങ്ങൾ ഫിഅലുകൾ സർഫാക്കുന്നത് ക തസ്രീഫിൽ മജ്ഹൂലി മിനൻ നാഖിസി, നാഖിസായ ഫിഅലിൽ നിന്നുള്ള മജ്ഹൂൽ സർഫാക്കുന്നത് പോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ യുർമ, യുർല എന്ന കാര്യങ്ങളൊക്കെ സർഫാക്കുന്നിടത്ത് നമ്മൾ പരിഗണിച്ചിട്ടുള്ള നിയമങ്ങൾ തന്നെയാണ് ലഫീഫ് മഫ്റൂഖായിട്ടുള്ള യൂഖ, യൂല, യൂജ എന്നുള്ളിടത്തൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടത് ഫി അഹ്കാമിഹി, ആ നാഖിസായ ഫിഅലിൻ്റെ ഹുക്മുകളിൽ. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് പ്രത്യേകിച്ച് നിയമങ്ങൾ പറയേണ്ട ആവശ്യമില്ല. നാഖിസായ ഫിഅലിൻ്റെ അതേ ഹുക്മുകൾ തന്നെയാണ് ലഫീഫ് മഫ്റൂഖായിട്ടുള്ള ഫിഅലുകളിലെ മാളി, മുളാരി എന്നതിലെ മജ്ഹൂൽ സർഫാക്കുമ്പോഴും ഉള്ളത് എന്നർത്ഥം.